ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡേ 2 ഓഫ് ഡെയിലി വ്ളോഗിങ്, സൊമാറ്റോ ഡെലിവറി. അപ്പോൾ ഇന്ന് ഞാൻ 12 ഒന്ന് ഓണാക്കി കേട്ടോ. ഇപ്പോൾ സമയം 1:19. ലേറ്റ് ആയിട്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അലച്ച് തല്ലിയുള്ള പരിപാടിയായിരുന്നു. ഇപ്പോൾ കണ്ടില്ല, മഴ മൂടലുണ്ട്. രാവിലെ മഴ തൂളുന്നുണ്ടായിരുന്നു. മഴക്കോട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു പരിപാടി. ഒരു ഓർഡർ എടുത്തോളൂ കേട്ടോ. ഇത് നമ്മുടെ രണ്ടാമത്തെ ഓർഡറാണ്. ഇതുകൊണ്ട് പോകുന്ന വഴിയാണ്. കുറേ നേരം നിന്നിട്ടാണ് ഓർഡർ അടിച്ചത്. നമ്മൾ 12 ആയപ്പോൾ തന്നെ വന്ന് ലോഗിൻ ചെയ്തു. പക്ഷേ 12:30 ആയപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർഡർ അടിക്കുന്നത്. അപ്പോൾ അരമണിക്കൂറോളം ചുമ്മായിരുന്നു. ഇന്ന് ചൊവ്വാഴ്ചയാണ്, 26-ാം തീയതിയാണ്. എനിക്ക് അല്ലെങ്കിലും ചൊവ്വാദോഷമുള്ളതാണ്. ചൊവ്വാഴ്ച എനിക്ക് പണ്ടേ രക്ഷയില്ല. ചൊവ്വാഴ്ച പൊതുവെ അങ്ങനെ ഇറങ്ങാറില്ലായിരുന്നു. അടുപ്പാണ്, എനിക്ക് ഓർഡർ അടിക്കാറില്ല. ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെ എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും ഇറങ്ങിയെന്നുള്ളൂ. നമ്മുടെ വീഡിയോയുടെ പരിപാടിയൊന്നും കഴിഞ്ഞില്ല. ഇന്നലെ വീട്ടിൽ ചെന്നപ്പോൾ ലേറ്റായി. ഇന്നലെ രാത്രി ഒരു ചായ കുടിക്കാനൊരു കടയിൽ പോയി. നമ്മൾ ആരെ വഴി വെച്ചിട്ടുണ്ടായാലും പിന്നെ വർത്താനം കഴിഞ്ഞ് ആ വഴിക്കങ്ങ് പോകും. വർത്താനമൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ സമയം 2 മണിയായി. വീട്ടിൽ ചെന്നു, കടന്നു. രാവിലെ മൊത്തം കയ്യിൽ പോയി. വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റും. ഇന്ന് വൈകിട്ട് വന്നിട്ട് വേണം ഇന്നലത്തെ വീഡിയോ ഇനി അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ പരിപാടി ഒന്നും നടന്നില്ല. ഇപ്പം രാവിലത്തെ 12 to 2 ഉള്ള ഒരു ഗിഗ് ഓടണ്ട, 2 മണിയാകുമ്പോൾ വന്ന് കയറാം എന്നൊക്കെയായിരുന്നു. അല്ലെങ്കിൽ വേണ്ട വൈകിട്ട് വന്ന്, അങ്ങനെ പല ചിന്തകളായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു, എന്താണ് നമ്മൾ ബുക്ക് ചെയ്താൽ. ഇന്നലെ ഞാൻ പറയുകയും ചെയ്തു ആ ഇൻസെൻറ്റീവ് അച്ചീവ് ചെയ്യുന്ന കാര്യം. ഇപ്പോൾ ഇൻസെൻറ്റീവ് ഇന്നെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കാം. മടി പിടിച്ചിരിക്കണ്ട, വീഡിയോ ആയിട്ടാണല്ലോ അപ്ലോഡ് ചെയ്യാൻ. രണ്ടും കൽപ്പിച്ചിറങ്ങാൻ ഓർത്ത് പിന്നെ പെട്ടെന്ന് പല്ലും തേച്ച് കുളിഞ്ഞ പോലെ കഴിഞ്ഞ് പടപടാന്നുള്ള പരിപാടിയായിരുന്നു. നേരെ വന്നു. ഒരു 150 രൂപയ്ക്ക് രാവിലെ പെട്രോൾ അടിച്ചു. ഒരു കാപ്പിയും കുടിച്ചു, ഒരു ഉഴുന്നോടെയും കഴിച്ചു. അത് കഴിച്ചുകൊണ്ടിരുന്ന ആ കടയിൽ ഇരുന്നപ്പോഴാണ് ഓർഡർ അടിച്ചത്. ആ ഓർഡർ കൊണ്ടേ കൊടുത്തു. അത് തൊട്ടടുത്ത് തന്നെ, ഇത് പേറ്റുമാനൂരാണ്. കാരിത്താസ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിലോട്ടായിരുന്നു അത്. ആ ഓർഡർ കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കോട്ടയം റൂട്ടിലോട്ട് ഓടിപ്പോയി. കുറേ കോട്ടയം എത്താറായപ്പോൾ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് അടിക്കുമായിരുന്നു. അത് കൊടുത്തു. അപ്പോൾ അടുത്ത ഓർഡർ അവിടുന്ന് തന്നെ, ആ ഒരു കാരിത്താസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നിന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്കാണ് അടിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ എടുത്ത കട അർക്കാഡിയയുടെ അർക്കാഡിയ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണ്. കോട്ടയത്തുള്ളൊരു വലിയ ഹോട്ടലാണ്. അതിൻ്റെ ഒരു ബ്രാഞ്ചാണ് അർക്കാഡിയ. അപ്പോൾ അവിടെ നിന്നാണ് അടിച്ചിരിക്കുന്നത്. നമ്മൾ മെഡിക്കൽ കോളേജ് ചെയ്ത ഡോക്ടർക്കാന്ന് തോന്നുന്നു കൊണ്ടേ കൊടുക്കാൻ പൊയ്ക്കൊണ്ടിരിക്കണം. ഇത്രയും സംഭവങ്ങളാണ് ഈ നേരത്തെ ഉള്ളിൽ നടന്നത്. നമുക്ക് ഈ ഓർഡർ കൊണ്ടു കൊടുക്കാം. വാട്ട് എ ബ്യൂട്ടിഫുൾ റോഡ്. മെഡിക്കൽ കോളേജ് ബൈപ്പാസ് റോഡാണ് കേട്ടോ. നല്ല രസം. നല്ലൊരു വണ്ടി ഉണ്ടായിരുന്നു, പറന്നു പോയിരുന്നു. പക്ഷേ ആ സൈഡിലൊക്കെ ചിലപ്പോൾ മറ്റേ ക്യാമറ ആയിട്ട് സ്പീഡ് പിടിക്കാനൊക്കെ കാണും. അപ്പം നമ്മൾ പറന്നു പോകുമ്പോൾ നമ്മളെ പിടിക്കും. വെറുതെ എന്തിനാ ഒരു പെറ്റി വാങ്ങുന്നത്. പിന്നെ നമ്മുടെ ഈ വണ്ടി വലിയ പറന്നു പോകാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പുറത്തൂടെ ഒരു വഴി ഉണ്ടായിരുന്നു. ആ വഴിയെ പോകാമെന്ന് പറഞ്ഞാൽ ചെകുത്താനും കടലിനും നടുക്കൂടെ പോകാമെന്ന്. അതായത് നേരെ കയറി പോകും. നമ്മൾ ആ ഓർഡർ അടിച്ചതിൻ്റെ തൊട്ടടുത്ത് ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലുണ്ടല്ലോ, കാരിത്താസ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു വഴിയുണ്ട്. കയറി ഇപ്പുറത്ത് ചാടാം. ഞാൻ അതിലെ ഒന്ന് അറ്റംപ്റ്റിന് ശ്രമിച്ചാണ്. അവിടെ രാഹുൽ MVD ചെക്കിങ്ങുമായിട്ട് കിടപ്പുണ്ടായിരുന്നു. MVDയുടെ ഓഫീസാണ്, അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് വഴി. അതാണ് ഞാൻ പറഞ്ഞ കടലിനും അതിനും നടുക്കൂടെയാണെന്ന്. ഞാൻ പിന്നെ ഇവിടുന്ന് കാലെ കുത്തി കിറക്കി ഈ വഴിക്ക് വിട്ടതാണ്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് രാവിലെ തന്നെ ഒരു 1 ലോട്ടറി അവർ അടിച്ചു തന്നാനെ. നമ്മളാരും ദ്രോഹിക്കാനൊന്നും പോകുന്നില്ല, നമ്മൾ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെ നാട്ടിലെ നിയമം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. പിന്നെ അനുഭവിക്കുക. ഇന്നൊരു സന്തോഷകരമായ ഒരു ന്യൂസ് കണ്ടു. ഉള്ളതാണോന്നൊന്നും അറിയത്തില്ല, പത്രത്തിൽ കണ്ടാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ആക്കുന്നുണ്ട്. ടൂറിസ്റ്റ് ബസ്സിനുള്ളിൽ ഡാൻസ് ഫ്ലോർ ആകാം, പുറത്തോട്ട് വെട്ടം പോകാതിരുന്നാൽ മതി, അതിൻ്റെ ഉള്ളിൽ പരിപാടികളൊക്കെ നടത്താം എന്നും പറഞ്ഞു. KB ഗണേഷ് കുമാർ മന്ത്രിയുടെ ഉത്തരവെന്നൊക്കെ പറഞ്ഞു. സംഭവം ഉള്ളതാണോ എന്ന് അറിയത്തില്ല, പക്ഷേ എല്ലാവരും ഷെയറൊക്കെ ചെയ്യുന്നുണ്ട്. സംഭവം കേട്ടിടത്തോളം അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു സംഭവം ശരിക്കും പറഞ്ഞാണെങ്കിൽ നല്ല കാര്യം തന്നെ. ശരിയല്ലേ? ബസ്സിന് ടൂറിസ്റ്റ് ബസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യാൻ പോകുന്നത്, അല്ലാണ്ട് നമ്മൾ ഊമ പോലെ ഇരുന്ന് പോകാനുള്ള. അപ്പോൾ അതിൻ്റെ അകത്തിരി പാട്ടും ഡാൻസൊക്കെ വെക്കുന്നത് നല്ലൊരു കാര്യം. മെഡിക്കൽ കോളേജ് എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇന്ന് ചൊവ്വാഴ്ചയാണ് കേട്ടോ. ഇന്ന് സർജറി OP ഉള്ള ദിവസം. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. സർജറി OP എന്ന് ഞാൻ പറയാൻ കാരണം, ഞാനിന്ന് ഡോക്ടറെ കാണാൻ പോകുന്ന ദിവസമാണ്. ഞാൻ പോയില്ല, മനഃപൂർവ്വം പോകാത്ത. എന്തിനു പോകുന്നേ? ചുമ്മാ നമ്മളെ ഒരുമാതിരി പൊട്ടനാക്കുന്നു. ഒരു കാര്യമില്ല. ചെയ്ത ടെസ്റ്റുകൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്ത് വിടുന്നു. എന്നിട്ട് നമ്മളോട് ചോദിക്കും നിനക്കെന്താ അസുഖം. അതുകൊണ്ട് പോകാഞ്ഞേ. ഇന്ന് തിരക്ക് കുറവുണ്ട് കേട്ടോ. 1 മണിയായല്ലേ, OP തീരാറായി. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ക്യൂ ആണ്. ആ ഒരു സൈഡിൽ അതിൻ്റെ അകത്ത് ക്യൂ നിന്നിട്ടുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തോട്ട് കയറണം. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കസാര നിരത്തിയിരുത്തും ഈ കാണുന്ന OP ബ്ലോക്കിൽ. എന്നിട്ട് ഇങ്ങനെ അവിടുന്ന് ചീട്ടെടുത്ത് ക്യൂ നിന്ന് എടുത്തിട്ട് അടുത്ത ഡോക്ടറെ കാണിക്കാൻ പോകുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരാളുടെ കൊണ്ടുപോയി അവിടെ വീണ്ടും ക്യൂ നിന്ന്. അവിടെ നിന്ന് ഇരിക്കാനൊന്നും സ്ഥലമൊന്നുമില്ല. എത്ര വലിയ കഠിന രോഗിയാണെങ്കിലും അവിടെ കുന്തക്കാലം നിന്നോണം. എന്നിട്ട് വീണ്ടും ഡോക്ടറെ കണ്ട് ഡോക്ടർ പിന്നെ എവിടെയെങ്കിലും പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വന്ന് നമുക്ക് ടെസ്റ്റും എല്ലാം പോയി വീണ്ടും ക്യൂ നിന്ന്. ഒന്നിനൊരു ഓർഡറൊന്നുമില്ല, ഒരുമാതിരി തോന്നുംപടി. നമുക്ക് ഫുഡ് കൊടുക്കേണ്ട ഇവിടെയാണ്, ഗൈനക്കോളജി. മിക്കവാറും അതിൻ്റെ മണ്ടേ കയറി പോകേണ്ടി വരും. മഴ തൂളാൻ തുടങ്ങി ഗായ്സ്. ക്യാമറ എടുത്ത് നോക്കേണ്ടി വരും. രാവിലെ മഴയായിരുന്നു, അതാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാതെ പോയത്.
ഇവിടെ എന്താ ഒരു പ്രശ്നം വെച്ചാൽ ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് മിക്കവാറും അടി ഉണ്ടാക്കണം. ഡോക്ടർ പറയും എനിക്ക് മേളിൽ കൊണ്ട് തരണം, സെക്യൂരിറ്റി പറയുമ്പോൾ പറ്റത്തില്ലെന്ന്. ഇവർ തമ്മിൽ തല്ലി തീർക്കുമായിരുന്നെങ്കിൽ നമുക്കൊരു ഇതുണ്ടായിരുന്നു. ഇത് നമ്മുടെ അടുത്താണ്. ഡോക്ടർ പറയും നിനക്ക് കൊണ്ട് തന്നാലുണ്ടാകും, സെക്യൂരിറ്റി പറയും നിന്നെ കയറ്റി വിടത്തില്ലെന്ന്. ഈ സീനൊക്കെ പലതവണ ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും നോക്കാം. ഇപ്പം മയമുള്ള സെക്യൂരിറ്റി ആണെങ്കിൽ ചിലപ്പോൾ കയറ്റി വിടും. ഇവിടെയാണ് കേട്ടോ എല്ലാവരും പ്രസവിക്കാൻ വരുന്നത്. വേടാ ഇത് നമുക്ക് ഭാര്യ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് വരേണ്ട വരത്തില്ല. വണ്ടിയോടെ വെക്കാം. ഫുഡ് കൊടുത്തു കഴിഞ്ഞ കേട്ടോ ഗായ്സ്, വള്ളിക്കെട്ട് പരിപാടിയാണ് കേട്ടോ. മഴ പൊടിച്ചു തുടങ്ങി. നമ്മുടെ ഫസ്റ്റ് ഗിഗ് ഏകദേശം തീരാറായിട്ടുണ്ട്. 1:31 സമയം, അല്ല 1:33 1 മണിക്കൂർ 31 ഹവറുമായി. അതായത് നമ്മൾ 12 to 2 ആയിരുന്നല്ലോ, ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞാൽ തീരും. നമ്മളിതുവരെ ഏൺ ചെയ്ത് കാണിക്കാം കേട്ടോ. 118 രൂപ. 2 ഓർഡർ എടുത്തിട്ടുണ്ട്. വേറെ ടിപ്പും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. 1 ഗിഗ് 2 ട്രിപ്പ്. ഫസ്റ്റ് ഓർഡർ അടിച്ചത് 12:37 ശ്രീ ആനന്ദ് ഭവൻ 62 രൂപ. രണ്ടാമത്തെ ഓർഡർ ഹോട്ടൽ അർക്കാഡിയ 1:04 55 രൂപ. അപ്പോൾ കണ്ടല്ലോ 2 ഓർഡർ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇന്ന് ഫ്ലോട്ടിംഗ് ക്യാഷ് അടിച്ചു കേട്ടോ. ഫസ്റ്റ് ഓർഡറിന് ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡ് 784 രൂപയുണ്ട് കൈ കിട്ടിയേക്കുന്നത്. അവൈലബിൾ ലിമിറ്റ് 153. നമ്മുടെ ക്യാഷ് ലിമിറ്റ് കണ്ടോ ഉയർന്നു, 937 ഉയർന്നിരിക്കുകയാണ് ഗൈസ്. ഫസ്റ്റ് 241 രൂപയുടെ ഒരു ക്യാഷ് ഓൺ ഡെലിവറി ആണ് നമ്മുടെ കൈ കിട്ടി. ഇനി നമുക്ക് ഇവിടുന്ന് പയ്യെ ചലിക്കാം ഗൈസ്. മഴ പെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര വള്ളിയാണ് കേട്ടോ. ഞാൻ കയറി പോകുന്നിടത്ത് ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നേ. അയാൾ പറഞ്ഞു ഇവിടെ വെച്ചാൽ മതി. ഞാൻ പറഞ്ഞു ഡോക്ടർ കൊണ്ട് തരാൻ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അപ്പുറത്തൊരു സെക്യൂരിറ്റി ഉണ്ട്, അവരോട് ചോദിക്കാൻ പറഞ്ഞു. അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു അവിടെ വെച്ചാൽ. ഞാൻ അവരോടും പറഞ്ഞു ഡോക്ടർ കൊണ്ട് തരാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് പൊക്കത്തി എന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർക്കെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പറയാം ഞങ്ങൾക്ക് ഡോക്ടറെ അറിയത്തില്ല. ഒരുമാതിരി ആളെ വടിയാക്കുന്ന പരിപാടി. ഇവിടെ വന്നാൽ കലി വരും. പിന്നെ ആ റിസപ്ഷനിൽ ഒരു ഗില്ലുണ്ട്, അവിടെ വെച്ചിട്ടിങ്ങ് പോകുന്നു. പുള്ളിയെ വിളിച്ചു പറഞ്ഞു. ആദ്യമൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു ഇതുണ്ടായിരുന്നു, ഡോക്ടറാണല്ലോ. പിന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ കാട്ടായ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുമാതിരി കോമഡി സെറ്റപ്പ് പോലെയാണ്. ഒരുമാതിരി അതായത് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിന് കാണത്തില്ല. ഡോക്ടർക്കാന്ന് പറഞ്ഞാൽ പോലും സെക്യൂരിറ്റിയും അവനൊക്കെ വേണേ വന്ന് വാങ്ങിയിട്ട് പോട്ടെ എന്നുള്ള ഭാവമാണ്. മനസ്സിലായോ? ഇപ്പോൾ ഒരു ഡോക്ടർ, ഒരു നേഴ്സ്, അവരുടെയൊക്കെ ആ ഒരു സംഭവം ഉണ്ടല്ലോ. ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഇപ്പം ഞാൻ മുമ്പേ ട്രോളിൽ പറഞ്ഞെങ്കിലും ഇവരുടെ ആ ഒരു പണി, ഒരു എഫേർട്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ നേഴ്സുമാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിലൊക്കെ പോയി നല്ല ശമ്പളം കിട്ടുമെന്നൊക്കെ പറയുമെങ്കിൽ അവരുടെ ആ പരിപാടി ഉണ്ടല്ലോ, അവർ ചെയ്യുന്ന ജോലി, അയ്യോ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നും ചെയ്യുന്ന ജോലിയൊന്നും ഒന്നുമല്ല. അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ ഒന്നും എല്ലാവർക്കും നിൽക്കാൻ പറ്റത്തില്ല. ഡോക്ടറാണെങ്കിൽ തന്നെ, എന്നെ നോക്കുന്ന ഡോക്ടറാണെങ്കിൽ പോലും പുള്ളി OP കഴിഞ്ഞ് വേറെ പേഷ്യൻറ്റിനെ നോക്കാൻ പോകുന്നു, സർജറിക്ക് പോകുന്നു, ഓടി നടക്കുക. ഞാൻ ചുമ്മാ പുള്ളീനെ ഇങ്ങനെ കളിയാക്കി പറഞ്ഞതേ ഉള്ളൂ. അവരതുപോലെ എടുക്കുന്നുണ്ട്. എത്ര പേഷ്യൻറ്റിനെ നോക്കിയാലോ അവരുടെ ആ മെൻ്റൽ ഹെൽത്ത് അതൊക്കെ സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഇപ്പം ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഡോക്ടർ, പുള്ളിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അവർക്ക് കഴിക്കാൻ വേണ്ടിയാണ് ഫുഡ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ താഴെ ഇരിക്കുന്ന സെക്യൂരിറ്റി ഇവനൊക്കെ ചുമ്മാ മോഡ സാധനമാണ്, പറ്റത്തില്ല അവരില്ല മറിച്ചാ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ഇട്ട് ആക്കുന്നത്. അപ്പോൾ ഡോക്ടർക്ക് ഇറങ്ങി വരാനും പറ്റത്തില്ല. അവർ ഈ സർജറിക്ക് വേണ്ടി മറ്റേ പച്ച കളർ ഉടുപ്പും സാധനമൊക്കെ ഇട്ടിട്ട് ഭയങ്കര സ്റ്റെറിലൈസ്ഡ് ആയിട്ട് കയറി ചെന്നിട്ട് അവർക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുമോ? അവരതിൻ്റെ അത് നല്ല വൃത്തിക്ക് നിൽക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഫുഡ് ഒന്ന് കൊണ്ട് കൊടുക്കാൻ പറയുമ്പോഴത്തേക്ക് ഇവരെ സമ്മതിക്കില്ല. നമ്മളകത്ത് കയറുന്നൊന്നുമില്ല. അപ്പോൾ വാതിക്കലൊന്ന് കൊണ്ട് കൊടുക്കാനോ അല്ലെങ്കിൽ പുറത്ത് വെക്കാനോ ഇവർ നമ്മളെ കയറ്റി വിടത്തൊന്നുമില്ല. പണ്ടൊക്കെ ഒരുപാട് അലമ്പുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. കാരണം നമ്മൾ ചില സമയങ്ങളിൽ നമ്മളല്ലാതായി മാറുന്നുണ്ട്. ഞാൻ സോഷ്യൽ ആക്ടിവിസ്റ്റായി മാറുന്നുണ്ട്. ഒരു 5 സ്റ്റാർ വാങ്ങിച്ച് കഴിക്കാം, ഡു നത്തിങ്. ഞാൻ VIP കേട്ടോ, എനിക്കിതൊന്നും വേണ്ട. എനിക്ക് ചെക്ക് പോസ്റ്റ് ഒന്നുമില്ല. ഇതെൻ്റെ തലക്കടിച്ചേക്കല്ലേ. നമ്മളിറങ്ങി വന്നു. നമുക്കിനി ഏറ്റുമാനൂർ ലെഫ്റ്റ്, റൈറ്റ് കോട്ടയം പോകാം. ഞാൻ എത്ര നേരം ഏറ്റുമാനൂർ പോയി മുമ്പസ്യ ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അവിടെ ഓർഡറൊന്നും ഇല്ലെന്നേ, 1-2 കടയൊക്കെ ഉള്ളൂ. ധാരാളം ഇതെന്തോടത്, ഗുൾമറോ? ഭാഗ്യം ആരും ഇടിച്ചില്ല. മഴ പതുക്കെ ശക്തി പ്രാപിക്കാൻ തുടങ്ങി ഗൈസ്. നമ്മുടെ വ്ളോഗ് ഇന്ന് വെള്ളത്തിലാവുന്നോ, ഇന്ന് ഫുള്ളൊരു മഴ ദിവസമാണുള്ള ചാൻസാണ്. അങ്ങനെ രാവിലെ തൊട്ടുള്ള അന്തരീക്ഷം. അതുകൊണ്ടാണ് ഞാൻ വേറെ ജാക്കറ്റോ ഗ്ലൗസോ ഒന്നും ഇടാത്തത്. വെയിലൊന്നും കൊള്ളണ്ടല്ലോ, ഇന്ന് മഴയായിരിക്കുമല്ലോ എന്നോർത്തുണ്ട്. മഴ പെയ്യത്തില്ലല്ലോ എന്നല്ല, മഴ ദിവസം ആയിരിക്കുമല്ലോ എന്നോർത്തുണ്ട്. കാരണം ഇരുണ്ട അന്തരീക്ഷമായിരുന്നു. അല്ല, വെയിൽ കൊണ്ടിട്ട് കൈക്കൊക്കെ ഡുവൽ ടോണായി. അതാണ് പിന്നെ ഗ്ലൗസൊക്കെ വലിച്ച് കയറ്റുന്നത്. ഗായ്സ് 1:47 ആയല്ലോ. നമ്മൾ സിറ്റിയിലോട്ട് എത്തി, കോട്ടയം ടൗണിലെത്തി. പക്ഷെ അടിക്കുന്നില്ല, മഴ അങ്ങോട്ട് ശക്തി പ്രാപിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ചാറി നിൽപ്പുണ്ട്. ഈ ഗിഗ് തീരാറാകുമ്പോഴത്തേക്കും അടിക്കേണ്ട. സാധാരണ ഗിഗ് തീരുന്ന സമയമാകുമ്പോഴത്തേക്കും പടപടപടോന്ന് പറഞ്ഞ് അടി വരേണ്ടതാണ്. പക്ഷെ അടി വരുന്നില്ല.
ഇന്ന് ഓർഡർ ഇല്ലാന്ന് തോന്നുന്നു, മടുപ്പാന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ സൊമാറ്റോ സുഖിപ്പിച്ചതായിരുന്നു അല്ലേ? അങ്ങനെ പറ. ഞാൻ ഓർക്കുകയും ചെയ്തു, ഈ റേറ്റിംഗ് ഒന്നും ഇല്ലാത്ത എനിക്കെങ്ങനെ ഇതുപോലെ ഓർഡർ അടിച്ചതെന്ന്. ഇന്നുണ്ട് 10-20 ഓർഡറോളം ഇന്നലെ അടിച്ചു. ഇന്നിപ്പോൾ 2 ഓർഡർ ആയതേ ഉള്ളൂ. നമ്മൾ കറക്റ്റ് സമയത്ത് കയറുകയും ചെയ്തു കേട്ടോ. 12 ആയപ്പോൾ ഒരു രക്ഷയില്ല. ഇവിടെ എനിക്ക് കണ്ണ് കാണത്തില്ല എടേ. ഞാൻ ഈ കണ്ണടിക്കകത്തൂടെ നോക്കുന്നുണ്ടേ, കയ്യും കാണിക്കുന്നുണ്ട്, ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കൂടെ തന്നെ കയറി വരും. ഞാൻ അകലേനെ ഇൻഡിക്കേറ്റർ ഇട്ട്. ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ ഇരിക്കുന്നത്, ഓർഡർ കിട്ടാൻ വേണ്ടി. ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം, നോക്കട്ടെ. ഇനി വല്ല ഓർഡർ അടിക്കുവാണെങ്കിൽ പയ്യെ പോവാം. ഓർഡർ അടിച്ചു ഗായ്സ്. 78 രൂപയുടെ ഓർഡർ, മിസ്റ്റർ ജോൺസ് ബേക്കിംഗ് കമ്പനി. കറക്റ്റ് ആ ഗിഗ് തീരാറായപ്പോൾ 1:54 ആയപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തതിന് ബലം ഉണ്ടായി. മഴ പൊടിക്കുന്നുണ്ടെങ്കിലും ഒരു ഓർഡർ അടിക്കും എന്നുള്ളൊരു ഹോപ്പ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ക്യാമറയൊന്നും ഓഫാക്കിയില്ലായിരുന്നു. അടിക്കുവാണെങ്കിൽ അടിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് അടിച്ചു. നേരെ പോവാം. ഇവിടെയാണ് സൊമാറ്റോക്കാരെല്ലാവരും ഇരിക്കുന്നത്, ഈ സൈഡിൽ കൂടെ. അപ്പോൾ ഇവിടെ ആളില്ലെങ്കിൽ അത്യാവശ്യം ഓർഡർ ഉണ്ട്, എല്ലാവരും ഓർഡർ അടിച്ചു പോയെന്നാണ്. ഇവിടെ എല്ലാവരും വന്ന് ഇരിക്കുവാണെങ്കിൽ ഓർഡർ എല്ലാം മടുപ്പാന്ന്. അപ്പോൾ ഇവിടെ ആൾക്കാർ കുറവ്, 1-2 പേരേ ഉള്ളൂ. അപ്പോൾ ഓർഡറൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഓർഡർ അടിച്ച് പോയിട്ടുണ്ട്. ഇന്നും തിരക്കാണല്ലോ ഗായ്സ്. പക്ഷെ ഇന്നലത്തെ അത്ര ഇല്ല കേട്ടോ. ഇതൊക്കെ 1 വേ ആയതുകൊണ്ട് ഈ കോട്ടയത്തിൻ്റെ പ്രശ്നം അതാ. വേറെ വഴികളോ സർവീസ് റോഡൊന്നും ഇല്ല. ആകെ ഒറ്റ വഴികളേ ഉള്ളൂ. നേരെ ഒരു 1 വേ, അങ്ങോട്ടൊരു 1 വേ, ഇങ്ങോട്ടൊരു 1 വേ. ഇതിന് ചുറ്റും കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കണം. നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് കേട്ടോ മിസ്റ്റർ ജോൺസ് ബേക്കിംഗ് കമ്പനി. പാർക്കിംഗ് ഒക്കെയാണ് പ്രശ്നം. സൈഡിൽ കൂടെ ഒക്കെ കയറ്റി വെക്കാം. ഹമ്മി 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 ഇവിടെ വെക്കാം. റീച്ച്ഡ്. ഫുഡ് റെഡിയല്ല. മലബാർ ചിക്കൻ ബിരിയാണിയാണ്. കസ്റ്റമർ എവിടെ? പള്ളം, ഇച്ചിരി ദൂരത്താണ്. അപ്പോൾ ഞാൻ ക്യാമറയും കാര്യങ്ങളൊക്കെ മടക്കി കൂട്ടി വെക്കട്ടെ. ഇനി നമ്മൾ 3 മണി വരെ ബുക്ക് ചെയ്തിട്ടുണ്ട്. 3 ആകുമ്പോഴത്തേക്ക് നമ്മൾ എത്ര ആയെന്ന് കാണി. കാരണം മഴ ശക്തി കൂടി കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ അടിച്ചു പോകും ഗായ്സ്. അപ്പോൾ ടാറ്റ ഗായ്സ്. സമയം 4:53 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 5 മണിയുടെ ഒരു ഗിഗ് നമുക്ക് കിട്ടിയായിരുന്നു. 5 to 6, 6 to 7, 7 to 9 അങ്ങനെയായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് നമുക്ക് 5 to 6 അഴിഞ്ഞു വന്നായിരുന്നു. അപ്പോൾ നമ്മളതും കൂടെ ബുക്ക് ചെയ്തായിരുന്നു. നമ്മൾ ഓൺലൈൻ ആക്കാൻ പോകും. മുമ്പേ പോയിട്ട് ഞാൻ ഇപ്പോഴാണ് വരുന്നത്. ഇന്നലെ ഒന്നും കാണിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എൻ്റെ തൊണ്ടയിൽ കിച്ചിക്കിച്ചായിരുന്നു. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ ഞാൻ പോയി ഒരു ബിരിയാണി കഴിച്ചു കേട്ടോ, 100 രൂപയായി. പിന്നെ ഒരു കാപ്പിയും കുടിച്ചു. അപ്പോൾ എത്രയായി? 120 രൂപയായി. കാപ്പിക്ക് 20 രൂപയായിരുന്നു. അപ്പോൾ 225 രൂപയ്ക്ക് ഇതുവരെ ഓടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 4 ട്രിപ്പുകളാണ് എടുത്തേക്കുന്നത്. ഫസ്റ്റ് 62 രൂപ, സെക്കൻഡ് 55 രൂപ, തേർഡ് 81, ലാസ്റ്റ് എടുത്ത് 25 രൂപ. 2:40-നാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓഫാക്കി പോകുമായിരുന്നു. കഴിഞ്ഞിട്ട് 2 ഗിഗും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ആ ഇൻസെൻറ്റീവിൻ്റെ സാധനം നമുക്ക് നോക്കാവേ. അത് ഇന്ന് എന്തായാലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഐ ഹോപ്പ് നടക്കും. നടക്കാണ്ട് എവിടെ പോകാൻ. നമ്മളുണ്ട് ഒരു കണ്ടീഷൻ. 12 to 3 2.5 മണിക്കൂറും 2 മണിക്കൂറും 15 മിനിറ്റും ആയിരുന്നു. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 7 to 9 അകത്ത് 1 മണിക്കൂർ 45 മിനിറ്റും കൂടെ ഉള്ളൂ. പിന്നെ 6 ഗിഗ് സ്ലോട്ട് ഉണ്ട്. അതെന്താണെങ്കിലും നമ്മുടെ സ്ലോട്ട് ഫുള്ളാകുമ്പോൾ 6 കഴിയും. പിന്നെ 13 ഓർഡർ എടുക്കണം. നമ്മൾ 4 ഓർഡർ എടുത്തിട്ടുണ്ട്. ഇനി 9 ഓർഡറും കൂടെ എടുക്കണം. എനിക്കൊരു കോൾ വന്നു കേട്ടോ. അപ്പോൾ ആ കോൾ എടുക്കാൻ പോയായിരുന്നു. വളരെയധികം സന്തോഷം നിറഞ്ഞൊരു വാർത്തയായിരുന്നു. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഉടനെ ഞാനത് അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ യാത്രാ വ്ളോഗുകളിലോട്ടൊക്കെ കടക്കാൻ പോവാണ്. നമ്മൾ കാത്തിരുന്ന നിമിഷം വന്നെത്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സമയം 4:59 ഓൺലൈൻ ആക്കിയേക്കാം കേട്ടോ. ഗോ ഓൺലൈൻ. നമ്മൾ 5 മണിയുടെ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഓൺലൈൻ ആയിട്ടുണ്ട്. കോട്ടയത്തിൻ്റെ ഹൃദയഭാഗമായതുകൊണ്ടാണ് കുറച്ച് നേരം ഇവിടെ നിന്നത്. പക്ഷേ ഇവിടെ നിന്നിട്ട് ഓർഡറൊന്നും അടിക്കുന്നില്ല ഗൈസ്. പയ്യെ പോവാം. ഭയങ്കര ബ്ലോക്കാണ്. ഇന്ന് മുഖ്യമന്ത്രി വന്നിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ അങ്ങോട്ട് പോയപ്പം ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു. ഇനി പുള്ളിക്കാരൻ തിരിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ വഴിക്കാണ് വരുന്നത്. പോലീസുകാരെല്ലാം തലങ്ങും വിലങ്ങും നിന്ന് വണ്ടിയെല്ലാം മാനേജ് ചെയ്യുക. അവരെ സമ്മതിക്കണം. അവർ രാവിലെ തൊട്ട് അവർക്ക് നല്ല പേടിയുണ്ടെന്ന് തോന്നുന്നു. കാരണം പുള്ളി പോകുന്നിടം വരെ എല്ലാം പാക്കയായിട്ട് ചെയ്തില്ലെങ്കിൽ ആരാ പോകുന്നത്? വിജയമാമൻ. സൂക്ഷിച്ചും കണ്ട് നിന്നില്ലെങ്കിൽ പണി പോവുമോ എന്നൊക്കെ ഓർത്ത് പോലീസുകാരൊക്കെ ഭയങ്കര ടെൻഷനില്ല. രാവിലെ തൊട്ട് അവർ ഓട്ടോ ഏത് കവലയിൽ ചെന്നാലും കാണാം. പുള്ളി പോകുന്ന വഴിക്ക് എന്തെങ്കിലും സീനുണ്ടായാൽ ഇനി പോലീസുകാരുടെ പണി പോകുന്നവർക്ക് അവർക്ക് നല്ല ടെൻഷനുണ്ട്. എങ്ങനെയും പുള്ളി പോകുന്നിടം വരെ എല്ലാം വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടി ഒരു നെഞ്ചിൽ തീയുമായിട്ടാണ് റോട്ടിൽ കൂടെ നടക്കുന്നത്. നീണ്ട നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ അന്ത ശബ്ദം കേട്ടിരിക്കുകയാണ് ഗായ്സ്. 35 രൂപയുടെ ഓർഡർ KFC. നമ്മൾ അവിടെ നിന്നാണല്ലോ ഇങ്ങോട്ട് വന്നത്, തിരിച്ച് അങ്ങോട്ട് തന്നെ. എന്ത് കഷ്ടമായത്. നമ്മൾ ഇത്ര നേരം ഓർഡറൊന്നും അടിക്കാതെ തേരാപ്പാറ നടക്കുമായിരുന്നു കേട്ടോ. നമ്മൾ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഇങ്ങോട്ട് വന്നത്. സോറി ഗൈസ്, ഞാനൊരു മണ്ടനായിപ്പോയി. ഇത് ആ KFC അല്ല.
KFC കണ്ട മുക്കിലും മൂലയിലെല്ലാം കോട്ടയത്ത് തുടങ്ങി വെച്ചേക്കുക. ഇത് CMS കോളേജിൻ്റെ അടുത്തുള്ള KFC. ഇവിടെ ഒരു KFC ഉണ്ട്. ഞാനിപ്പോൾ വിട്ടടിച്ചങ്ങ് പോയാനെ. ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ. ഒരേ പേരിലുള്ള കടകളൊക്കെ കാണും, പക്ഷേ പലതും പല സ്ഥലത്തായിരിക്കും. നമ്മളപ്പോൾ സ്ഥിരം പോകുന്ന കടയാന്ന് ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോയേക്കില്ല. ഇവിടെ വേറൊരു കടയുണ്ട് അങ്ങനെ, ലെബനീസ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഷോപ്പ് ഇരിക്കുന്നത് വേറൊരു ദിക്കിലും മറ്റൊരു ഷോപ്പ് ഇരിക്കുന്നത് വേറൊരു ദിക്കിലും. അപ്പോൾ അഡ്രസ്സൊക്കെ ഏകദേശം ഒരേപോലെയൊക്കെയാണ് കാണിക്കുന്നത്. നമ്മൾ വന്നിട്ട് ഓർഡർ അടിക്കുമ്പോൾ വിട്ടടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ KFCയോട് അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയും ബ്ലോക്കാണല്ലോ ഗൈസ്. മഴ ചാറുന്നുണ്ട് കേട്ടോ. പ്രകൃതി നമുക്ക് എതിരാണല്ലോ. പിന്നെ തൊണ്ടയ്ക്ക് നല്ല വേദന എടുക്കുന്നുണ്ട് കേട്ടോ. തൊണ്ടവേദനയാണ്, പറ്റുന്നില്ല. നിങ്ങൾക്ക് ആകെ ഇഷ്ടമുള്ളത് എൻ്റെ ഈ സംസാരവും സൗണ്ടും മാത്രമുള്ളത് നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനിട്ടും കൂടെ പണി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വ്ളോഗിന് മൊത്തത്തിൽ പ്രകൃതി എതിരാണ്. നോക്കാം, കുറച്ച് വിക്സ് ഗുളികയൊക്കെ വാങ്ങിച്ച് ഇന്ന് നോക്കാം. കിച്ച് അകലുപോകാൻ നോക്കാം. ഇവിടെയാണല്ലോ കട. ഇതാണ് കേട്ടോ KFC. ഈ സൈഡിൽ വല്ലതും വെക്കാം. ഞാനെന്നാൽ ക്യാമറയൊക്കെ എടുത്ത് മടക്കി കെട്ടി വെക്കാൻ പോകണം കേട്ടോ ഗൈസ്. മഴയാണേ. അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് കാണിക്കാം. എനിക്ക് ത്രോട്ടും ശരിയല്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വളരെ ചെറിയൊരു വ്ളോഗായിരിക്കും. അപ്പോൾ എന്തേരം നമുക്ക് കിട്ടി എന്നുള്ളതൊക്കെ കാണിക്കാം. ഇപ്പോൾ റെഡിയാണ് കാണിക്കുന്നത്. KFC റെഡിയൊന്നും ആയിരിക്കത്തില്ല. ഇത് ഫ്ലോട്ടിംഗ് ക്യാഷ് ഉണ്ട് കേട്ടോ. ഡെപ്പോസിറ്റ് മണി ടു അവോയ്ഡ്. റീച്ച് കൊടുക്കാം. റീച്ച്ഡ് വലിയ ഓർഡറാണ് കണ്ടിട്ട്. കസ്റ്റമർ ഡീറ്റെയിൽസൊക്കെ നോക്കട്ടെ. മില്ലേനിയൻ നഗർ, കുമാരനെല്ലൂർ. ഇവിടെ അടുത്തല്ല, കുറച്ച് പോകണം. അപ്പോൾ മഴയാണ്. ഇപ്പം മഴക്കോട്ട് ഫോൺ കവറൊക്കെ എടുത്തിട്ട് ക്യാമറയൊക്കെ എടുത്ത് വെച്ചിട്ട് പരിപാടി നടത്തട്ടെ. ലാസ്റ്റ് ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് ഞാൻ പറയാം കേട്ടോ. വയ്യാത്തതുകൊണ്ട് കേട്ടോ. ഹേ ഗായ്, സമയം എത്രയെന്നറിയാമോ? സമയം 11:29 ആയിട്ടുണ്ട്. ഒരു തൊലിഞ്ഞ മഴയായിരുന്നു. അതായത് ഒരു വൃത്തികെട്ട മഴ പെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മഴ പെയ്യുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ? മഴക്കോട്ടും ഫോൺ കവർ എല്ലാം ഇട്ടാണ് നടക്കുന്നത്. പക്ഷേ റെയിൻ സർജ് ഓണാക്കാൻ പറ്റുന്നില്ല. കാരണം ഇങ്ങനെ മഴ പൊടിച്ചുകൊണ്ടിരിക്കുക. വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഫോണൊക്കെ കവർ ഇട്ടുകൊണ്ട് ഒന്നും നടന്നില്ല. ബാഗ് ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. കാരണം മഴയും നനയണം, റെയിൻ സർജും കിട്ടിയില്ല. കാരണം റെയിൻ സർജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മഴ പെയ്യുന്ന ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. അന്നാതി രീതിയിലാണ് മഴ പെയ്യുന്നത്. അപ്പോൾ ആകെ മൊത്തം ശോകമായിരുന്നു. മഴ നനയുകയും വേണം, എന്നാൽ അതിനുള്ള പൈസ കിട്ടുന്നുമില്ലായിരുന്നു. പക്ഷേ ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഒരുപാട് ഓർഡറൊന്നും അടിച്ചില്ല. പക്ഷേ ഇന്നലത്തെക്കാളും പൈസ കിട്ടി. ഇന്നലെ 10-20 ഓർഡർ എടുത്തെങ്കിൽ ഇന്ന് 15 ഓർഡർ എടുത്തുള്ളൂ. പക്ഷേ പൈസ കൂടി. നമ്മൾ ഇൻസെൻറ്റീവ് അച്ചീവ് ചെയ്തു. ഇന്നലെ നമ്മൾ ഇൻസെൻറ്റീവ് അച്ചീവ് ചെയ്തില്ല. ഇന്നലെ നമ്മൾ കുറേ ഓർഡർ എടുത്താണ് പൈസ ഉണ്ടാക്കിയത്. 800 സംതിങ് രൂപയാണ് നമ്മൾ ഉണ്ടാക്കിയത്. പക്ഷേ ഇന്ന് നമ്മൾ 950 രൂപയ്ക്ക് മേലെയൊക്കെ പണിതിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം എത്ര രൂപയ്ക്ക് ഞാൻ ഇന്ന് പണിതെന്ന്. ഇപ്പോൾ ലാസ്റ്റ് കൊടുത്ത ഓർഡറാണ് കേട്ടോ. 59.3. പിന്നെ 4 രൂപ റിട്ടേൺ പേ അൺലോക്ക്ഡ്. അത് ഓർഡർ കൊടുത്തിട്ട് വരുമ്പോൾ ഈ റിട്ടേൺ പേ അൺലോക്ക് ആകുന്ന കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പണിത ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 975 രൂപയ്ക്ക് പണിതിട്ടുണ്ട്. നമ്മൾ 15 ട്രിപ്പ് എടുത്തിട്ടുണ്ട്. 7 ഗിഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 5 മണിക്കൂർ 50 ഹവർ എന്ന് കാണിക്കുന്നുണ്ട്. അത് മറ്റേ ഗിഗിൻ്റെ ടൈമാണ് കേട്ടോ. അത് എന്നോടൊരു മച്ചാൻ പറഞ്ഞു തന്നു. പിന്നെ നമ്മളിന്ന് ഇൻസെൻറ്റീവ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ 975 കിട്ടിയത്. നമ്മുടെ ഇൻസെൻറ്റീവ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 200 രൂപയാണ്. നമ്മൾ ഓടിയ പൈസ 775 രൂപ. ഓക്കെ, വീക്കിലി നമ്മൾ ടോട്ടൽ ഇന്നലെ ഇന്നും കൂടെ ഓടിയത്. ഇന്നലെ 878, ഇന്ന് 975. ടോട്ടൽ ഓടിയത് 1653 രൂപയ്ക്കാണ് 2 ദിവസം കൊണ്ട് ഓടിയത്. അപ്പോൾ ഇന്ന് മാത്രമേ ഇൻസെൻറ്റീവ് കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നലെ ഇൻസെൻറ്റീവ് ഒന്നും അച്ചീവ് ആയിട്ടില്ല. പിന്നെ നമ്മുടെ ഇത് അഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മുടെ എന്താണ് ഇൻസെൻറ്റീവ് സ്ട്രക്ചർ. ഓരോ ദിവസം ഓരോ ഇൻസെൻറ്റീവ് ആണ് കേട്ടോ. വെനസ്ഡേ നാളത്തെ ഓഫർ വിട്ടിട്ടുണ്ട്. നാളെ 13 ഓർഡറും 6 ഗിഗും കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 185. 8 ഓർഡറും 16 ഗിഗുമാണ് 250. 350 9 ഗിഗും 18 ഓർഡറും. ഇന്നലെ 400 ആയിരുന്നു കേട്ടോ. ഇത് ഈ 9 ഗിഗും 18 ഓർഡറുമാണെങ്കിൽ 400. 8 ഓർഡറും 16 ആണെങ്കിൽ 350. പിന്നെ ഈ ഫസ്റ്റിൽ 185 കിടക്കുന്നില്ലേ, അതിന് 250 ആയിരുന്നു. ഓരോ ദിവസം ഓരോ രീതിയാണ്. ഇന്നും വ്യത്യാസമുണ്ട്. ഇന്ന് നമ്മൾ അച്ചീവ് ചെയ്തുകൊണ്ടോ. ഇന്നലെ ഈ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 6 ഗിഗിനും 13 ഓർഡറിനും 250 ആയിരുന്നു. ഇന്ന് 200 ഉള്ളൂ. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ 8 ഗിഗിനും 16 ഓർഡറിനും 250. ലാസ്റ്റത്തെ 9 ഗിഗിനും 17 ഓർഡറിനും 350. നമുക്കിത് വേണമെങ്കിൽ അച്ചീവ് ചെയ്യാമായിരുന്നു കേട്ടോ. 2 ഗിഗും കൂടെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 350 എടുക്കാമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ 1 ഗിഗും കൂടെ, ഇപ്പോൾ 11 ആയില്ലേ, 11 to 12 കൂടെ ബുക്ക് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് ഈ 250 കിട്ടിയാനേ. പിന്നെ ഓരോ ഓർഡറും കൂടെ എടുത്താലും മതിയായിരുന്നു. പക്ഷേ നമ്മൾ 200 അച്ചീവ് ചെയ്തു. പിന്നെ ആ 50 രൂപയ്ക്ക് വേണ്ടി നിൽക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 ഓടുന്ന പൈസയും കൂടെ കിട്ടും. പക്ഷേ സമയം ഇത്രയായി, നമ്മൾ ഒരുപാട് ലേറ്റ് നൈറ്റ് ആവും. അതുകൊണ്ട് ഞാൻ വേണ്ട, കിട്ടിയത് കൊണ്ട് പോകാമെന്ന് ഓർത്ത് ഇപ്പോൾ കണ്ടില്ല. കൺഗ്രാറ്റ്സ്, യു ഗോട്ട് 200 അൺലോക്കഡ് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 200 ഇൻസെൻറ്റീവ് അച്ചീവ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി. കാരണം നമ്മൾ 15 ട്രിപ്പും എടുത്തു, 7 ഗിഗും എടുത്തു.
ഇപ്പോൾ 8 ഗിഗും 16 ഓർഡറും ആയിരുന്നെങ്കിൽ നമുക്ക് ആ 250 കിട്ടും, 50 രൂപ കൂടുതൽ കിട്ടിയാണ്, അത്രേ ഉള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓർഡർ അടിക്കുന്നുണ്ടായിരുന്നു, വലിയ ലാഭമൊന്നും ഇല്ലാണ്ട്. പക്ഷേ ഇന്നലത്തെ പോലെ തുരുതുരാന്നുള്ള അടിയിലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ചൊവ്വാഴ്ച എനിക്ക് അല്ലെങ്കിലും വളരെ മോശം ദിവസമാണ്, ചൊവ്വാദോഷമുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം എമൗണ്ട് കയറി കേട്ടോ. പിന്നെ ഇന്ന് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ക്യാഷ് ലിമിറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ ക്യാഷ് ലിമിറ്റ് 1593 കാണിക്കുന്നുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് 1098 നമ്മുടെ കയ്യിലുണ്ട്. അവൈലബിൾ ക്യാഷ് ലിമിറ്റ് 495. നമുക്ക് വേണേൽ വിഡ്രോ ചെയ്യാം, നമ്മളിതുവരെ വിഡ്രോ ചെയ്തില്ലല്ലോ. അപ്പം മിനിമം 300 ഇതിനകത്ത് പിടിച്ചു വെക്കും കേട്ടോ, ബാക്കി വിഡ്രോ ചെയ്യാം. ബാക്കി നമുക്ക് 195 രൂപ വിഡ്രോ ചെയ്യാൻ പറ്റും. നമുക്ക് 195 രൂപ അടിച്ചു കൊടുത്ത് വിഡ്രോ ചെയ്യാം. എന്തെങ്കിലും ഒന്ന് വിഡ്രോ അടിക്കട്ടെ, ഒരു തവണ വിഡ്രോ ചെയ്യാം. ഓക്കെ, സക്സസ്ഫുൾ, അത് അക്കൗണ്ട് വരും. ഈ പിടിച്ചു വെച്ച 300 എല്ലാം കൂടെ കൂട്ടി നെക്സ്റ്റ് വീക്കിൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും. പിന്നെ ടിപ്പ് 20 രൂപ കിട്ടിയിട്ടുണ്ട്, അത് വിഡ്രോ ചെയ്യത്തില്ല. നമുക്ക് ഒരു ദിവസം ഒരു വിഡ്രോവലുള്ളൂ. 195 അക്കൗണ്ട് വന്നു കേട്ടോ. അതെന്താ വെച്ചാൽ നാളെ പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് വിഡ്രോ ചെയ്തത്. നാളത്തെ ഗിഗ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ 27 നാളെ 12 to 2 ഒരു സ്റ്റാർ ഗിഗ് കിട്ടിയിട്ടുണ്ട്. പിന്നെ 2 to 3, പിന്നെ എല്ലാ ദിവസത്തെയും പോലെ 6 to 7 195 അക്കൗണ്ട് വന്നിട്ട് നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ. പിന്നെ 7 to 9, 9 to 10, 10 to 11. ഇന്ന് ശരിക്കും പറഞ്ഞാൽ 6 ഗിഗ് ബുക്ക് ചെയ്താൽ മതിയായിരുന്നു. നമ്മൾ ആ ഫസ്റ്റ് ഇൻസെൻറ്റീവ് നോക്കുന്നുള്ളൂ. പക്ഷേ ഇടയ്ക്കൊരെണ്ണം കൂടെ ഓപ്പൺ ആയതുകൊണ്ടാണ് ഞാൻ അതും കൂടെ ബുക്ക് ചെയ്തത്. അങ്ങനെയാണ് 7 ഗിഗ് ആയത്. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഇപ്പം നാളെ അംഗം വെട്ടാൻ ഇറങ്ങാം. അപ്പോൾ ഗായ്സ്, ഞാൻ വീട്ടിലോട്ട് പോവാണ്. ത്രോട്ട് പ്രോബ്ലം ഉണ്ട്, തൊണ്ട ശരിയാകുന്നില്ല. എന്നാലും നമ്മൾ പവർ ഗേറ്റ് നിൽക്കുകയാണ്. നാളെ ഇറങ്ങും. ഇന്ന് നമുക്ക് കണ്ടിന്യൂസ് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, മഴയാണ് നമ്മളെ ചതിച്ചത്. നാളെ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. അപ്പോൾ നാളെ ബുധനാഴ്ച KFC-യിലൊക്കെ നല്ല ഓർഡർ കാണും, വെനസ്ഡേ ബക്കറ്റൊക്കെ ആയതുകൊണ്ട് നോക്കാം. നമ്മൾ ഈ ആഴ്ച എന്തായാലും കണ്ടിന്യൂസ് ഓടുകയാണ്. ഇന്ന് നമ്മളിങ്ങനെ ലേറ്റ് നൈറ്റ് നിൽക്കാനല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഈ ഡയമണ്ട് പാർട്ണറിൽ എത്തിക്കഴിഞ്ഞാൽ, നമ്മൾ ബ്ലൂവിൽ നിന്നും ഡയമണ്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യാൻ പറ്റുമല്ലോ എല്ലാ സ്ലോട്ടും. അങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമ്മൾ രാവിലെ ഒരു 8 തൊട്ട് ഒരു 9, 10 അങ്ങനെ അത്രയോ മാക്സിമം അങ്ങനെ ഓടിയിട്ട് വീട്ടിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെയല്ലേ കിട്ടുന്നുള്ളൂ, അതുകൊണ്ടാണ് ലേറ്റ് നൈറ്റ് നിൽക്കുക. കാരണം നമ്മൾ ലേറ്റ് നൈറ്റ് വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ വീട്ടിലോട്ട് ഇവിടുന്ന് 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ ഇല്ല 12 മണി ആകാറായി, 11:35. വീട്ടിൽ ചെന്ന് ഇനി കുളിയും ചെവൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ലേറ്റായിട്ട് എന്നാലും എനിക്ക് വിശപ്പിൻ്റെ അസുഖമുണ്ട്, ഫുഡൊക്കെ കഴിക്കും. എന്നിട്ട് കടന്നുറങ്ങുമ്പോൾ 1 മണി. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യണം, 2 മണി 3 മണി വരെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അതിൻ്റെ ബാക്കി വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് ബാക്കി എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡാക്കി വൈകുന്നേരം നിങ്ങൾക്ക് കാണത്തക്ക രീതിയിലാക്കിയിട്ടൊക്കെ വരുമ്പം ശരിക്കും പറഞ്ഞാൽ ഉറക്കമൊന്നും ഇല്ലാത്തൊരവസ്ഥയിലൂടെ പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഇതായി കഴിയുമ്പോഴത്തേക്കും, നമ്മുടെ ലെവലപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു പ്രോപ്പറായിട്ട് രാവിലെ വന്നു അത്യാവശ്യം നേരത്തെ വീട്ടിൽ പോകാമെന്നൊരു സെറ്റപ്പിലോട്ട്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നടക്കും എന്ന് ഞാൻ കരുതുന്നു. പിന്നെ നമ്മൾ പറഞ്ഞില്ല, വലിയ ലാഭമൊന്നും നോക്കുന്നില്ല. 200 രൂപയുടെ പെട്രോൾ രാവിലെ അടിച്ചു, ഉച്ച കഴിഞ്ഞ് 150 അടിച്ചു, 350 രൂപയുടെ പെട്രോൾ അടിച്ചു. കാരണം ഓടുക എന്നേ ഉള്ളൂ. ഇപ്പം പെട്രോൾ അളക്കാനോ ലാഭം അളക്കാനോ നിൽക്കുന്നില്ല. നമ്മളിതിലോട്ട് വന്നല്ലോ, സ്ട്രഗ്ലിംഗ് സ്റ്റേജാണ്. പിന്നെ ഫ്ലോട്ടിംഗ് ക്യാഷൊക്കെ കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സ്നേഹം, അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.